നമ്മൾ പണ്ട് ചുരുളഴിയാത്ത രഹസ്യങ്ങൾ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവിശ്വസനീയമായിട്ടുള്ള രഹസ്യങ്ങൾ, ബിലീവ് ഇറ്റ് ഓർ നോട്ട് തുടങ്ങിയ കഥകൾ വായിച്ചിട്ടുണ്ട്. ബാലരമയിലും അതുപോലെ പത്രങ്ങളിലുമൊക്കെ വന്നിരുന്ന കഥകളാണിതെല്ലാം. അത്തരം കഥകൾ നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തുന്ന പരമ്പരകളും ഇടയ്ക്കിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ലോകത്ത് ഒരു കാലത്ത് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഒരു വീഡിയോയിൽ 1, 2, 3 കഥകൾ ഉണ്ടാവും. പല സോഴ്സിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള കഥകൾ എടുക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ എന്നതിലും ഉപരിയായിട്ട് നമ്മുടെയൊക്കെ ബാല്യകാലത്തിലേക്കുള്ള മടക്കയാത്ര കൂടിയാണ് ഇത്തരം കഥകൾ. ഒന്ന് കണ്ണടച്ച് ഇത് കേട്ടാൽ മതി. 70s കിഡും 80s കിഡും 90s കിഡും 2K കിഡ്സും ആ പഴയ ഓർമ്മകളിലേക്ക് മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ണിന് ആയാസം കൊടുത്ത് ഇങ്ങനെയുള്ള കഥകൾ വായിച്ച് ആസ്വദിച്ച ആ ലോകത്ത് എത്തും. അപ്പോൾ ദൂരെ നിന്നും അമ്മയുടെയും അച്ഛൻ്റെ ശബ്ദം കേൾക്കാം. മതി, നിർത്തിക്കൂ, നാളെ കണ്ണും പകലുമുള്ളപ്പോൾ വായിച്ചാൽ മതി, മണ്ണെണ്ണയ്ക്കൊക്കെ ഒടുക്കത്തെ വിലയാ. മതി, നീ വായിച്ചത് മതി, ഇനി എനിക്ക് താഴെന്ന് പിടിവലി കൂടുന്ന സഹോദരങ്ങളുടെ ശബ്ദം കേൾക്കാം. സ്കൂളിൽ വെച്ച് കൂട്ടുകാർക്ക് പുസ്തകം എക്സ്ചേഞ്ച് ചെയ്യുന്ന, ഒരു പേജ് നഷ്ടപ്പെട്ടാൽ ലോകം അവസാനിച്ചുവെന്ന് കരുതുന്ന ബാല്യത്തെ അറിയാം. വായിച്ച കഥകൾ പരസ്പരം പങ്കുവെച്ച് അമ്പരന്ന ഓർമ്മകൾ. ചില കഥകൾ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഒറ്റയ്ക്ക് കിടക്കുവാനുള്ള പേടി കൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും പുതപ്പിൻ്റെ അടിയിൽ വലിഞ്ഞു കയറിയിട്ടുമുണ്ട്. ഓരോ പേജും മറിയുമ്പോൾ കാണുന്ന ചിത്രങ്ങൾ ഒരു കാലത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ അത്ഭുത ലോകത്തിൻ്റെ ഓർമ്മകളിലേക്ക് വീണ്ടും ഒരു മടക്കയാത്ര. അതാണ് ഈ കഥകൾ. അതൊരു വല്ലാത്ത സുഖവുമാണ്. ഇതൊക്കെ നടന്ന സംഭവങ്ങൾ മാത്രമല്ല, ചില വിലപ്പെട്ട ഓർമ്മകൾ കൂടിയാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇന്നുവരെ പരിചയപ്പെടാത്ത ഒരു ലോകവും അവരെയും നിങ്ങൾക്കിത് പരിചയപ്പെടുത്താം. ഞാനും കമ്പങ്കാള പോലെ വളർന്നെങ്കിലും കണ്ണടച്ചാൽ ഇന്നും ആ പഴയ കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇത്തരം കഥകൾ ഒരു ചളിപ്പമില്ലാതെ അന്തസ്സായിട്ട് വലിയ ഗൗരവത്തിൽ ഇടയ്ക്ക് ചെയ്യുന്നത്. അതിൽ യാതൊരു നാണക്കേടുമില്ല. നിങ്ങൾക്ക് എന്നെ കളിയാക്കി പിന്തിരിപ്പിക്കുവാനായിട്ട് കഴിയില്ല. അതുപോലെ ഈ പരമ്പരയ്ക്ക് രസകരമായ പുതിയൊരു പേര് സമയമുള്ളവർ സജസ്റ്റ് ചെയ്യണം. നമ്മുടെ ഡാർക്ക് ഹിസ്റ്ററീസ് പോലെ ഒരു പേര്. കൂടുതൽ ലൈക്ക് ഏത് പേരിനാണോ കിട്ടുന്നത്, നമുക്ക് ആ പേരിൽ ഒരു പ്ലേലിസ്റ്റ് തുടങ്ങാം. ഇതിനു മുൻപ് ചെയ്ത ഇത്തരം കഥകളുടെ ലിങ്ക് കീഴെ കൊടുക്കുന്നുണ്ട്. സമയമുള്ളവർ അതും കാണുക. ഈ വീഡിയോയിൽ 2 കഥയാണുള്ളത്. ഒന്നാമത്തെ കഥയിലേക്ക് കിടക്കാം. കഥയുടെ പേര് ബ്ലാക്ക് ഹൂഡഡ് മോങ്ക്. ആയിരത്തി 1933 തണുപ്പ് കാലമാണ്. രാത്രി സമയം. സ്ഥലം പോളണ്ടിന്റെ തെക്കുവശം. തൻ്റെ സ്വന്തം കോട്ടയിലെ നിരവധി സിറ്റിംഗ് റൂമുകളിൽ ഒന്നിലിരുന്ന് യുവാവും പ്രഭുവുമായ ആൻഡൻ ഹൾബർഗ് തൻ്റെ കൂട്ടുകാരുടെ കൂടെ മദ്യം കഴിക്കുകയായിരുന്നു. വളരെയധികം മദ്യപിച്ച ആൻഡൻ വേച്ച് തൻ്റെ സുഹൃത്തുക്കൾ ഇരിക്കുന്ന മേശയുടെ അടുത്തേക്ക് നടന്നു. ആൻഡനും സുഹൃത്തുക്കളും മണിക്കൂറുകളായിട്ട് മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും പാർട്ടി നടത്തുകയുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ലഹരി തലയ്ക്ക് പിടിച്ചിരുന്നു. ഇതിനിടയിൽ ആൻഡൻ വേച്ച് ഒരു മേശമേൽ വീണു. മേശയിൽ ഉണ്ടായിരുന്ന ഗ്ലാസും മറ്റും താഴെ കാർപ്പറ്റിൽ വീണു. അദ്ദേഹത്തിന് അതൊരു തമാശയായിട്ട് തോന്നി. സുഹൃത്തുക്കളും ചിരി അടക്കുവാനായിട്ട് പാടുപെട്ടു. ഏതാണ്ട് കാലിയായ ഗ്ലാസുകളെല്ലാം അവർ കാർപ്പറ്റിൽ നിന്നും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നാൽ തിരികെ പോയിട്ട് വീണ്ടും മദ്യം എടുക്കുന്നതിന് പകരം ആൻഡൻ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് മേശക്കരികിൽ വന്നിരുന്ന് കാലിയായ ആ ഗ്ലാസുകൾ തന്നെ കൂട്ടുകാർക്ക് നൽകി. എന്നിട്ട് അതിൽ മദ്യം ഒഴിക്കുന്നതായിട്ട് അഭിനയിച്ചു. എല്ലാവർക്കും അതൊരു വലിയ തമാശയായിട്ട് തോന്നി. അവരാരും വീണ്ടും മദ്യം എടുക്കുവാനായിട്ട് എഴുന്നേറ്റില്ല. എല്ലാവരും വലിയ സന്തോഷത്തിലും അതുപോലെ മദ്യലഹരിയിലുമാണ്. അതിനുശേഷം എല്ലാവരും ബ്ലാക്ക് ജാക്ക് എന്ന ഗെയിം കളിക്കുവാനായിട്ടിരുന്നു. ഇതൊരു ചീട്ടുകളിയാണ്. അതിനു വേണ്ടിയിട്ട് ഒരാൾ കാർഡുകൾ വിതരണം ചെയ്തു. പെട്ടെന്നാണ് അവരുടെ തൊട്ടു മുകളിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടത്. മദ്യപാനികൾ ചീട്ട് കളിക്കുന്ന ആ ശബ്ദ കോലാഹലമുള്ള മുറിയിൽ പോലും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും കേൾക്കുവാനായിട്ട് കഴിയുന്ന ഉച്ചത്തിലായിരുന്നു ആ ശബ്ദം. ആ നിമിഷം എല്ലാവരും മിണ്ടാതിരുന്നു. നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് എന്താണ്? എല്ലാവരും ചിന്തിച്ചു. പെട്ടെന്നുണ്ടായ നിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ട് ആൻഡൻ ഒരു തമാശ എന്നോണം പറഞ്ഞു, ഓ, അതവനായിരിക്കും, ആ സന്യാസിയുടെ പ്രേതം. ആ സമയത്ത് മേശയ്ക്ക് ചുറ്റുമിരുന്ന ആന്റണിന്റെ ഒട്ടുമിക്ക കൂട്ടുകാർക്കും ഈ കോട്ടയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഹൂഡഡ് മോങ്കിന്റെ അല്ലെങ്കിൽ തൊപ്പിയിട്ട സന്യാസി പ്രേതത്തിന്റെ കഥകൾ അറിയാമായിരുന്നു. എന്നാൽ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്ന ആന്റണിന്റെ ഒരു പുതിയ കൂട്ടുകാരൻ ഈ സന്യാസിയുടെ കഥ ഇതുവരെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് അവൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരാണ് ആ സന്യാസി? ആൻഡൻ ആ കൂട്ടുകാരനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഓ, നീ ആ തൊപ്പിയിട്ട സന്യാസിയുടെ കഥ കേട്ടിട്ടില്ലല്ലേ? ഞാൻ നിനക്കത് പറഞ്ഞു തരാം. ഈ വലിയ കോട്ട ഞാൻ സ്വന്തമാക്കിയപ്പോൾ എന്നോട് മുൻ ഉടമ പറഞ്ഞത് ഇങ്ങനെയാണ്: മുകളിലെ നിലയിലുള്ള ഒരു കിടപ്പ് മുറിയിലേക്ക് മാത്രം ആരും പോകരുത്. കാരണം അവിടെ ദുഷ്ടനായ തൊപ്പിയിട്ട ഒരു സന്യാസിയുടെ പ്രേതമുണ്ട്. ആ സന്യാസിയുടെ പ്രേതം ആ മുറിയിൽ റോന്തു ചുറ്റുന്നുണ്ട്. അതാണ് കാലങ്ങളായിട്ട് വിശ്വസിച്ചു വരുന്നത്. എന്തായാലും ഞാൻ ഇന്നുവരെയും ആ മുറിയിൽ കയറിയിട്ടില്ല. ആ കഥ സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു.
കഥകളിൽ പറയും പോലെ ശരിക്കും ഒരു സന്യാസിയുടെ പ്രേതം അവിടെ ഉണ്ടെങ്കിലോ? അതുമല്ല, ഈ കോട്ടയിൽ ഒരുപാട് കിടപ്പ് മുറികളുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ മുറിയിൽ കയറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടു മുകളിലാണ് ആ വിലക്കപ്പെട്ട മുറി. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ കേട്ട ശബ്ദം ആ സന്യാസിയുടെ ആയിരിക്കാം. ആ മുറിയിൽ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവർക്കും ഈ കഥ നേരത്തെ അറിയാമായിരുന്നു. തൻ്റെ കോട്ടയിൽ പ്രേതബാധയുണ്ടെന്ന് പറയുന്നത് ആന്റണിന് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എന്നാൽ ആന്റണി ഈ കഥ പറഞ്ഞതും അത് കേട്ട ഈ പുതിയ സുഹൃത്തിൻ്റെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു നിമിഷം, നിന്റെ സ്വന്തം കോട്ടയിൽ നീ ഇന്നുവരെയും കയറാത്ത ഒരു മുറിയുണ്ടെന്നോ? അതിനകത്ത് പ്രേതമുണ്ടെന്ന് പേടിച്ച് നീ ആ മുറിയിൽ കയറിയിട്ടില്ല എന്നോ? നീ തമാശ പറയുകയാണോ? ആ ഒരൊറ്റ കാരണം കൊണ്ടാണോ നീ ആ മുറിയിൽ പോകാത്തത്? അവൻ ഇത് വളരെ ഉച്ചത്തിലാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും ആന്റണി ഇന്നേ വരെ ആ മുറിയിൽ കയറാത്തത് വലിയൊരു ഭീരുത്വമായിട്ട് തോന്നി. ചുരുക്കത്തിൽ ഈ കഥ പറച്ചിൽ ആന്റണിനെ ഒരു പേടിത്തൊണ്ടനായിട്ട് ചിത്രീകരിച്ചു. എല്ലാവരും അത് ഏറ്റുപിടിച്ചു. അവർ പറഞ്ഞു, അതെ ആന്റൺ, നീ എന്തുകൊണ്ട് ഇന്നേ വരെ ആ മുറിയിൽ കയറിയിട്ടില്ല? ഇത് നിന്റെ കോട്ടയല്ലേ? നിനക്കെന്താ പേടിയാണോ? നീ ആ മുറിയിൽ കയറി നോക്ക്. പെട്ടെന്ന് ആന്റണിന് ഈ കഥ പറയുന്നതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അതെല്ലാം വിട്ടുകള കൂട്ടുകാരെ, നമുക്ക് ചീട്ട് കളിക്കാം. എന്നാൽ ആരും അത് വിടുവാനായിട്ട് തയ്യാറായില്ല. ഒടുവിൽ അവർ അവനെ വെല്ലുവിളിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നീ ആ മുറിയിൽ പോവുക മാത്രമല്ല ചെയ്യേണ്ടത്, നിനക്ക് പേടിയില്ലെന്ന് തെളിയിക്കുവാനായിട്ട് നീ ഇന്ന് രാത്രിയിൽ ആ മുറിയിൽ ഉറങ്ങുകയും വേണം. വളരെ മദ്യപിച്ചതുകൊണ്ടും തൻ്റെ അഭിമാനം സംരക്ഷിക്കേണ്ടതുകൊണ്ടും ആന്റൺ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിച്ചു. ശരി, ഞാൻ ആ മുറിയിൽ പോയി ഇന്ന് രാത്രി അവിടെ ഉറങ്ങാം. ഇതൊരു കഥ മാത്രമാണെന്നും അതിൽ പേടിക്കുവാനായിട്ട് ഒന്നുമില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ആന്റൺ ഇത് പറയുമ്പോൾ വിചാരിച്ചത് ഇങ്ങനെയാണ്: കുറച്ചു കഴിയുമ്പോൾ കൂട്ടുകാർ ഇതെല്ലാം മറക്കും. ചീട്ടുകളിയും കഴിഞ്ഞ് ഉറങ്ങുവാനായിട്ട് പോകുമ്പോൾ താൻ ആ മുറിയിൽ പോകുന്നുണ്ടോ എന്ന കാര്യമൊന്നും ആരും ശ്രദ്ധിക്കില്ല എന്ന് അയാൾ വിചാരിച്ചു. എന്നാൽ കൂട്ടുകാരത് മറക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. രാത്രി വൈകി ചീട്ടുകളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചുറങ്ങുവാനായിട്ട് പോകുന്ന സമയത്ത് അവർ എല്ലാവരും ഒന്നുപോലെ പറഞ്ഞു, ശരി ആന്റൺ, നീ ആ പ്രേതബാധയുള്ള മുറിയിൽ തന്നെയാണ് ഉറങ്ങുന്നത് എന്ന് ഉറപ്പുവരുത്തുവാൻ ഞങ്ങൾ തന്നെ നിന്നെ ആ റൂമിൽ കൊണ്ടാക്കാം. തനിക്ക് ഭയമില്ല എന്നും താനത് ചെയ്യുമെന്നും ആന്റൺ നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് അയാൾ ഗതികെട്ടിങ്ങനെ പറഞ്ഞു, ശരി, നമുക്ക് പോകാം. അങ്ങനെ ആന്റൺ മുന്നിലും മറ്റുള്ളവർ പിന്നിലുമായിട്ട് സിറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് രണ്ടാമത്തെ നിലയിലേക്കുള്ള പടികൾ കയറി. ആ ഹൂഡൻ മോങ്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ കിടപ്പുമുറിയുടെ വാതിലിന്റെ അടുത്തേക്ക് ഇടനാഴിയിലൂടെ അവർ നടന്നു. അവർ ആ വാതിലിന്റെ താക്കോൽ എടുത്തിരുന്നു. ആന്റൺ ഭയത്തോടെ ആ മുറിയുടെ മുൻപിൽ നിന്നു. അതിന്റെ വാതിൽ തുറക്കും മുൻപായിട്ട് അവൻ കൂട്ടുകാരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ശരി, ഞാൻ അകത്തേക്ക് പോവുകയാണ്. അവസാന നിമിഷം തന്റെ കൂട്ടുകാർ തന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷെ അതുമാത്രം ഉണ്ടായില്ല. അവർ ഇങ്ങനെ പറഞ്ഞു, നീ അകത്തേക്ക് പോവൂ, എന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്യ. അവസാനം അയാൾ വാതിൽ തള്ളി തുറന്നു. അവനും കൂട്ടുകാരും ആദ്യമായിട്ട് ആ മുറിയിലേക്ക് നോക്കി. ആന്റണും ആദ്യമായിട്ടാണ് ആ മുറിയുടെ ഉൾഭാഗം കാണുന്നത്. അവിടെ കാണുവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അതൊരു കിടപ്പുമുറിയാണ്. 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫർണിച്ചറുകൾ അവിടെയുണ്ട്. അവയിൽ നിറയെ പൊടിയും ചെലുന്തി വലകളും ഉണ്ടായിരുന്നു. ആരും ഉപയോഗിക്കാത്ത വളരെ പഴയൊരു കിടപ്പുമുറിയായിരുന്നു അത്. ഞാൻ രാവിലെ നിങ്ങളെ കണ്ടോളാം എന്ന് പറഞ്ഞ് അയാൾ മുറിയുടെ ഉള്ളിൽ കയറി വാതിലടച്ചു. കൂട്ടുകാർ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. എല്ലാവരും ഉറങ്ങുവാനായിട്ട് കിടന്നു. മണിക്കൂറുകൾക്ക് ശേഷം പാതിരാത്രിയിൽ സുഹൃത്തുക്കളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആന്റൺ കിടന്ന മുറിയിൽ നിന്നും വളരെ ഉച്ചത്തിൽ രക്തം മരവിപ്പിക്കുന്ന ഒരു അലർച്ച കേട്ടു. കൂട്ടുകാർക്കിടയ്ക്കിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവർ ഇടനാഴിയിലൂടെ ഓടി ആ മുറിയുടെ മുൻപിലെത്തി. അവർ ആ വാതിൽ തുറക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അത് ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. അവർ വാതിലിൽ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ട് വിളിച്ചു, ആന്റൺ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? അവർക്ക് ഭയമായി. കാരണം അവരാണ് അവനെ ഇതിന് നിർബന്ധിച്ചത്. ആ സമയത്ത് ഇതിൽ എന്തെങ്കിലും അപകടമുള്ളതായിട്ട് അവർക്ക് തോന്നിയുമില്ല. എന്നാൽ ഇപ്പോൾ ആ മുറിക്കുള്ളിൽ എന്തോ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. അവർക്ക് ആന്റണിന്റെ കാര്യമോർത്ത് പേടിയായി. അവൻ സുരക്ഷിതനാണെന്ന് ഉറപ്പുവരുത്തണം. വാതിലിൽ പലതവണ മുട്ടി വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ആന്റൺ ഉണ്ടായിരുന്ന ആ പ്രേതമുറി പൂർണ്ണമായിട്ടും നിശബ്ദമായിരുന്നു. കൂട്ടുകാർ ഭയത്തോടെ പരസ്പരം നോക്കി. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും അകത്ത് കയറിയേ പറ്റൂ. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. എന്തോ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ആ അലർച്ച ആരോ വലിയ അപകടത്തിൽപ്പെട്ടതുപോലെയാണ്. അവസാനം അവർ ആ വാതിൽ കയ്യിൽ കിട്ടിയ ആയുധങ്ങളെ കൊണ്ട് ഇടിച്ചു തകർക്കുവാൻ തുടങ്ങി. ഒടുവിൽ വാതിൽ കൊളുത്തുകളിൽ നിന്നും വേർപെടുത്തി. അതിനുശേഷം മുറിക്കുള്ളിലേക്ക് നോക്കി അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ആന്റൺ രാത്രിയിൽ ഉറങ്ങുവാനായിട്ട് മുറിയിൽ കയറിയപ്പോൾ വാതിൽ അകത്തുനിന്നും പൂട്ടി താക്കോലെടുക്കുന്ന ശബ്ദം അവർ കേട്ടതാണ്. ആ മുറിയിലേക്ക് കയറുവാനോ ഇറങ്ങുവാനോ വേറെ വഴികളില്ല. അവൻ ആ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അവന്റെ അലർച്ചയും കേട്ട് വാതിലും തകർത്ത ഉള്ളിൽ കയറിയ കൂട്ടുകാർ അവനെ ജീവനോടെയല്ല കണ്ടത്. ആന്റൺ മരിച്ചു കിടക്കുകയായിരുന്നു. അവൻ കിടക്കയിൽ മലർന്നു കിടപ്പുണ്ട്. അവൻ എന്തു സംഭവിച്ചു എന്ന് കാണിക്കുന്ന ഒരേ ഒരു അടയാളം അവന്റെ കഴുത്തിനു ചുറ്റുമുണ്ടായിരുന്നൊരു ചുവന്ന പാട് മാത്രമായിരുന്നു.
വണ്ണം കുറഞ്ഞ എന്തോ ഒന്ന് വെച്ച് കഴുത്ത് മുറുക്കിയതുപോലെയുള്ളൊരു ചുവന്ന പാട്. എന്നാൽ ആ മുറിയിൽ എവിടെയും ഒരു കയറോ അതുപോലെ ചരടോ ഉണ്ടായിരുന്നില്ല. ഒരു മൽപ്പിടുത്തം നടന്ന യാതൊരു ലക്ഷണവും അവിടെയില്ല. ചുരുക്കത്തിൽ കഴുത്തിൽ ആ പാടുമായിട്ട് അവൻ അവിടെ ദുരൂഹമായിട്ട് മരിച്ചു കിടക്കുന്നു. പിന്നീട് പോലീസ് വരികയും ആ മുറി മുഴുവനും മരിച്ചു പെറുക്കുകയും ചെയ്തു. എന്നാൽ അവർക്കും അവിടെ നിന്ന് കൊലയ്ക്ക് ഉപയോഗിച്ച കയറോ ചരടോ കിട്ടിയില്ല. അതുപോലെ ആന്റണിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം എന്താണെന്ന് കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. പ്രേതബാധയുണ്ടെന്ന് അയാൾ തന്നെ എല്ലാവരോടും അഭിമാനത്തോടെ പറഞ്ഞ മുറിയിൽ കിടന്ന് ആന്റൺ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു. ഒരു ലോക്ക് റൂം മിസ്റ്ററിയാണ് ഈ കേസ്. എന്നാൽ ഈ കോട്ടയിലുള്ള പ്രേതത്തിന്റെ ചരിത്രം അറിയുമ്പോൾ കഥ കൂടുതൽ ദുരൂഹമാവും. ആന്റൺ മറ്റുള്ളവരോട് ഈ കഥ പറയുമ്പോൾ സാധാരണയായിട്ട് പറയാറുള്ളത് ഇങ്ങനെയാണ്: മുകൾ നിലയിലുള്ള മുറിയിൽ ദുഷ്ടനായിട്ടുള്ളൊരു ഹൂഡഡ് മോങ്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത്. ഇത്രയുമാണ് അവൻ പറഞ്ഞ കഥയുടെ ചുരുക്കം. എന്നാൽ കഥ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല. യഥാർത്ഥ കഥ ഇങ്ങനെയായിരുന്നു. ഈ കോട്ട 100 കണക്കിന് വർഷങ്ങളായിട്ട് പ്രേതബാധയുള്ളതായിട്ട് വിശ്വസിക്കപ്പെട്ടിരുന്നു. ആ മുറിയിൽ ദുഷ്ടനായൊരു സന്യാസിയുടെ ആത്മാവ് ഉണ്ടെന്നുള്ളത് കാലങ്ങളായിട്ടുള്ള വിശ്വാസമാണ്. ആ മുറിയിൽ ആരെങ്കിലും താമസിച്ചാൽ ഈ സന്യാസിയുടെ പ്രേതം വളരെ നേർത്തൊരു കയറുപയോഗിച്ച് നിങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. ഇതായിരുന്നു മുഴുവൻ കഥ. എന്തായാലും പൂട്ടിയ ആ മുറിക്കുള്ളിൽ ഒറ്റയ്ക്കായിരുന്ന ആന്റൺ ഹൾബർഗ് ഇല്ലാത്തൊരു കയറുകൊണ്ട് കഴുത്ത് ഞെരിക്കപ്പെട്ട് എങ്ങനെ മരിച്ചു എന്നത് ഇന്നും ആർക്കും കണ്ടെത്തുവാനായിട്ടില്ല. ഇതൊരു ലോക്ക് റൂം മിസ്റ്ററി ആണോ, അല്ലെങ്കിൽ കൂട്ടുകാർ തന്നെ നടപ്പിലാക്കിയ പെർഫെക്റ്റ് ക്രൈം ആയിരിക്കുമോ? അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. രണ്ടാമത്തെ കഥയിലേക്ക് ഇനി പോകാം. കഥയുടെ പേര് ആത്മാവിൻ്റെ മുന്നറിയിപ്പ്. 1907 ജനുവരി 20 ഞായറാഴ്ച പുലർച്ചെ 1 മണിയായിട്ടുണ്ടാവും. 57 വയസ്സുകാരനായ സാമുവൽ ഹ്യൂസ് തെക്ക് കിഴക്കൻ വെയിൽസിലൂടെ പോകുന്നൊരു പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. സാം കഴിഞ്ഞ 24 മണിക്കൂറുകൾ പൂർണ്ണമായിട്ടും ജോലിക്ക് വേണ്ടി ചെലവഴിച്ചു വരുന്ന വഴിയാണ്. അദ്ദേഹം ഒരു ഉപ്പ് വ്യാപാരിയായിരുന്നു. താൻ താമസിക്കുന്ന ബ്ലാക്ക്വുഡ് എന്ന നഗരത്തിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് ന്യൂപോർട്ട് എന്ന മറ്റൊരു നഗരത്തിലേക്ക് പോയതായിരുന്നു അദ്ദേഹം. അവിടെ അദ്ദേഹത്തിന് ചെയ്തു തീർക്കുവാനായിട്ട് ഒരുപാട് കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ മുതൽ രാത്രി വൈകും വരെ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞായറാഴ്ച പുലർച്ചെ 1 മണിക്ക് അദ്ദേഹം തന്റെ നഗരമായ ബ്ലാക്ക്വുഡിലേക്ക് തിരികെ വരുവാനായിട്ട് ട്രെയിൻ കയറിയിരിക്കുന്നു. വീട്ടിലേക്കുള്ള ഈ യാത്രയിൽ കണ്ണു തുറന്നൊന്നിരിക്കുവാൻ പോലും കഴിയാത്ത ക്ഷീണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്കിലും സാമുവൽ ഒരു കാര്യമോർത്ത് ആശ്വസിച്ചു. ഇനി അധികം സമയമില്ല, വളരെ വേഗം തൻ്റെ സ്ഥലമെത്തും. പിന്നെ ട്രെയിൻ ഇറങ്ങി വീട്ടിലെത്തി സമാധാനമായിട്ട് ഉറങ്ങാമെന്നും അദ്ദേഹം വിചാരിച്ചു. അതുമാത്രമായിരുന്നു അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു നേരം കൂടി കണ്ണു തുറന്നൊന്നിരിക്കുവാനായിട്ട് സാം പാടുപെട്ടു. ട്രെയിൻ മുൻപോട്ട് പോവുകയാണ്. തൻ്റെ വീടിൻ്റെ അടുത്ത് ട്രെയിൻ എത്താറായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം സാമുവൽ സ്ഥിരമായിട്ട് ഇതേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നയാളാണ്. ഈ വഴി അദ്ദേഹത്തിന് സുപരിചിതവുമാണ്. ഒടുവിൽ ട്രെയിൻ പതിയെ വേഗത കുറയുന്നതായിട്ട് സാമിന് തോന്നി. അദ്ദേഹം തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് വാതിലിൻ്റെ അടുത്തേക്ക് വന്നു. ട്രെയിൻ പൂർണ്ണമായിട്ട് നിന്നപ്പോൾ അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഇനി 10 മിനിറ്റ് നടന്നാൽ മതി, വീടെത്തുമല്ലോ എന്നോർത്ത് അദ്ദേഹം ആശ്വസിച്ചു. എന്നാൽ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പോയപ്പോഴാണ് പ്ലാറ്റ്ഫോമിൽ നിന്ന് സാം ചുറ്റും നോക്കിയതും ഞെട്ടിക്കുന്നൊരു കാര്യം തിരിച്ചറിഞ്ഞതും. അർദ്ധരാത്രിയിൽ കടുത്ത ക്ഷീണത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയൊരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റേഷൻ ആയിരുന്നില്ല അത്. സാമുവൽ ഒരു സ്റ്റേഷൻ നേരത്തെയാണ് ഇറങ്ങിയത്. വീടെത്തിയെന്ന് കരുതി അദ്ദേഹം തെറ്റിദ്ധരിച്ചിറങ്ങിയതാണ്. ട്രെയിൻ ആവട്ടെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇത് 1990കളുടെ തുടക്കമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് താൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും വീട്ടിലേക്ക് പോകുവാനായിട്ട് പെട്ടെന്നൊരു മാർഗവുമില്ല. അടുത്തൊന്നും വേറെ ട്രെയിൻ വരുവാനായിട്ടും പോകുന്നില്ല. സമയം ഇത്രയും ആയതുകൊണ്ട് ഒരു ക്യാബ് വിളിക്കുവാൻ പോലും നിവൃത്തിയില്ല. ഒന്നുകിൽ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുവാനായിട്ട് ഒരു ഇടം കണ്ടെത്തുക, അല്ലെങ്കിൽ നേരെ ബ്ലാക്ക്വുഡിലേക്ക് നടക്കുക. ഈ 2 വഴി മാത്രമാണ് മുൻപിലുള്ളത്. എന്നാൽ ബ്ലാക്ക്വുഡിൽ എത്തുവാനായിട്ട് നല്ല ദൂരം നടക്കണം. എങ്കിലും തനിക്കതിന് കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നി. സാമുവൽ സമീപത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ബ്ലാക്ക്വുഡിലേക്ക് പോകേണ്ട ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ അടുത്തെങ്ങാനും വല്ല ഹോട്ടലോ ലോഡ്ജോ ഉണ്ടോ എന്ന് അവരോട് ചോദിക്കാമല്ലോ, അന്വേഷിക്കാമല്ലോ. അങ്ങനെ അയാൾ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇറങ്ങി ദൂരെയായിട്ട് കാണുന്ന വെളിച്ചത്തെ ലക്ഷ്യമാക്കി നടക്കുവാൻ തുടങ്ങി. അതൊരു ചെറിയ കവലയായിരുന്നു. ഓർക്കുക, അതൊരു വലിയ നഗരമല്ല. പല വഴിക്കും പോകുന്ന ഗ്രാമീണ റോഡുകൾ ഒന്നുചേരുന്ന സ്ഥലമായിരുന്നു. ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കുമെന്ന വലിയ പ്രതീക്ഷയൊന്നും അയാൾക്കില്ലായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പ്ലാറ്റ്ഫോമിൽ നിന്നും ഇറങ്ങി അധിക ദൂരം നടക്കും മുൻപായിട്ട് ആ കവലയിൽ വെച്ച് റോഡിലൂടെ നടന്നു പോകുന്ന ഒരാളെ അദ്ദേഹം കണ്ടു. അതൊരു പോലീസ് ഓഫീസറാണെന്ന് സാമുവൽ തിരിച്ചറിഞ്ഞു. അതോടെ വലിയ ആശ്വാസമായി. അയാൾക്ക് തന്നെ സഹായിക്കുവാൻ കഴിയും. അദ്ദേഹം ആ പോലീസുകാരനെ കൈ കാണിച്ചു നിർത്തി. ഉദ്യോഗസ്ഥനടുത്തേക്ക് വന്ന് സാമിനെ ഒന്ന് അടിമുടി നോക്കി. ഈ പാതിരാത്രിയിൽ ലഗേജുകളുമായിട്ട് നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുകയാണ്? എന്താണ് പ്രശ്നം? അദ്ദേഹം ചോദിച്ചു. സാം തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഈ ഓഫീസറോട് സഹായം ചോദിച്ചു. ഇവിടെ താമസിക്കുവാനായിട്ട് എന്തെങ്കിലും സൗകര്യമുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ നഗരമായ ബ്ലാക്ക്വുഡിലേക്ക് പോകുവാനായിട്ട് എന്തെങ്കിലും കുറുക്കുവഴിയുണ്ടോ?
ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ താമസിക്കുവാനും തങ്ങുവാനുമായിട്ട് ധാരാളം ഇടങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നടക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ബ്ലാക്ക്വുഡിൽ എത്തുവാനായിട്ട് ഏകദേശം 1 മണിക്കൂർ സമയമേ എടുക്കൂ. ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ നടക്കുവാനേ തീരുമാനിക്കൂ. സാം അതേക്കുറിച്ച് ചിന്തിച്ചു. അതെ, എനിക്ക് എൻ്റെ വീട്ടിൽ എത്തണം. എൻ്റെ സ്വന്തം കിടക്കയിൽ പോയിട്ട് കിടക്കണം. അതുകൊണ്ട് വഴി ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരിക, അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥൻ സാമിനോട് പറഞ്ഞു, നേരെ റോഡിലൂടെ പോവുക. 1 മണിക്കൂർ നടക്കുമ്പോൾ ഒരു പാലം വരും. ആ പാലം കടക്കുമ്പോൾ കാണുന്ന ബോർഡുകൾ നോക്കുക. നിങ്ങൾക്ക് ബ്ലാക്ക്വുഡിലേക്ക് പോകേണ്ട വഴി അത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ബാക്കി ദൂരം പോകാം. സാം ഓഫീസർക്ക് നന്ദി പറഞ്ഞു. എന്നിട്ട് തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് നഗരത്തിലേക്ക് നടക്കുവാൻ തുടങ്ങി. ഈ സംഭവം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞു. പുലർച്ചെ 3 മണി കഴിഞ്ഞ സമയമാണ്. ബ്ലാക്ക്വുഡിലെ വീട്ടിൽ സാമിൻ്റെ ഭാര്യ ബെസ് അയാളുടെ വരവും കാത്തുറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം വീട്ടിൽ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പുലർച്ചെ 3 മണിയായിട്ടും അദ്ദേഹം വീട്ടിൽ എത്താത്തത് അവളെ വല്ലാതെ ഭയപ്പെടുത്തി. പെട്ടെന്ന് സാം അവളെ പേര് ചൊല്ലി വിളിക്കുന്നത് അവൾ കേട്ടു. അദ്ദേഹം വീടിന് മുൻപിലുണ്ട്. താൻ ഉറങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. വീടിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ തെളിയുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ തിരിച്ചെത്തിയെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ബെസ്സിന് വലിയ ആശ്വാസമായി. അവൾ ഒരു മെഴുകുതിരിയും എടുത്തുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് മുൻ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ വാതിൽ തുറന്നു പുറത്തേക്ക് നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി ചുറ്റും നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. മുൻവശത്തെ വരാന്തയിൽ ആരോ നിൽക്കുന്നു. ഒരു ഇരുണ്ട രൂപം. അത് ബെസ്സിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ബെസ് തരിച്ചു നിന്നു. എന്നാൽ ആ രൂപത്തെ കണ്ടപ്പോൾ അനിർവചനീയമായിട്ടുള്ളൊരു ശാന്തതയാണ് അവൾക്ക് തോന്നിയത്. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായുമില്ല. അപ്പോഴും ആ രൂപം അവളുടെ മുൻപിൽ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു നീണ്ട കറുത്ത കുപ്പായം ധരിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. തലയിൽ കറുത്ത സിൽക്ക് കൊണ്ടുള്ളൊരു തൊപ്പി ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് സാമുവൽ എപ്പോഴും അങ്ങനെ ഒരു തൊപ്പി ധരിക്കാറുണ്ട്. അന്ന് രാവിലെ ന്യൂപോർട്ടിലേക്ക് പോയപ്പോഴും അതേ തൊപ്പി അയാൾ ധരിച്ചിരുന്നു. കുറച്ചു നേരം അവൾ ഈ രൂപത്തെ നോക്കി നിന്നു. അവളുടെ ഭർത്താവിൻ്റെ വസ്ത്രങ്ങളും തൊപ്പിയുമാണ് ഈ നെടുരൂപം ധരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, തൻ്റെ ഭർത്താവ് തന്നെ വിളിക്കുന്നത് അവൾ വളരെ വ്യക്തമായിട്ട് കേട്ടതുമാണ്. അത് വെറും ഒരു തോന്നലല്ല എന്ന് അവൾക്കറിയാം. അടുത്ത നിമിഷം ബെസ് കണ്ണൊന്ന് ചിമ്മിയതും ആ രൂപം അപ്രത്യക്ഷമായി. അവിടെ വരാന്തയിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബെസ്സിനെ ശരിക്കും പേടി തോന്നിയത്. അവൾ ചിന്തിക്കുവാൻ തുടങ്ങി, എനിക്ക് വെറുതെ തോന്നിയതായിരിക്കുമോ? എന്താണ് ഇവിടെ നടക്കുന്നത്? തൻ്റെ ഭർത്താവ് പുറത്തുണ്ടോ? അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടാണോ എന്നെ വിളിച്ചത്? ഇങ്ങനെയെല്ലാം വിചാരിച്ച് മെഴുകുതിരിയും എടുത്ത് അവൾ വീടിന് പുറത്തിറങ്ങി. എന്നിട്ട് വീടിന് ചുറ്റും ഓടി നടന്ന് സാമിനെ വിളിച്ചു. പക്ഷെ സാം അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ബസ് വീടിൻ്റെ ഉള്ളിലേക്ക് മടങ്ങി. എന്നിട്ട് സാം വരുന്നതും കാത്തിരുന്നു. എന്നാൽ സാം വീട്ടിലേക്ക് വന്നില്ല. പുലർച്ചെ 5 അല്ലെങ്കിൽ 6 മണിയോടെയാണ് ബസ് ഉറങ്ങുവാനായിട്ട് പോയത്. അന്ന് ഉച്ച കഴിഞ്ഞാണ് ബസ് ഉറക്കവും ഉണർന്നത്. അപ്പോഴും സാം വീട്ടിലെത്തിയിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ നടന്ന വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ തോന്നലാണെന്ന് അവൾ സ്വയം സമാധാനിച്ചു. അപ്പോഴാണ് മുൻവാതിലിൽ ഒരു മുട്ട് കേട്ടത്. അതൊരു പക്ഷേ സാം ആയിരിക്കാം. അദ്ദേഹം വീട്ടിലെത്തി കാണും, അവൾ വിചാരിച്ചു. ബസ് വാതിൽ തുറന്നു. എന്നാൽ പുറത്തുണ്ടായിരുന്നത് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം അവളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത പറയുവാനുണ്ട്. തലേ ദിവസം രാത്രിയിൽ ബ്ലാക്ക്വുഡിലേക്ക് തിരികെ പോകുവാനായിട്ട് ഒരു പോലീസ് ഓഫീസർ സാമിനെ വഴി പറഞ്ഞു കൊടുത്തുവല്ലോ. ആ ഓഫീസറായിരുന്നു അത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ആ പാലം വരെ സാം എത്തിയിരുന്നു. എന്നാൽ കടുത്ത ക്ഷീണം കാരണമാണോ അതോ പുറത്തു നല്ല ഇരുട്ടായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അയാൾ ആ പാലത്തിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരണപ്പെട്ടു. പോലീസ് ഓഫീസർ ഈ വിവരം പറഞ്ഞതും ബസ് തകർന്നുപോയി. അതേ സമയത്ത് അവളുടെ മനസ്സ് പോയത് പുലർച്ചെ 3 മണിക്ക് താൻ വരാന്തയിൽ കണ്ട ഇരുണ്ട രൂപത്തിലേക്കാണ്. അവൾ ഓഫീസറോട് ചോദിച്ചു, അദ്ദേഹം എപ്പോൾ മരിച്ചുവെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സാമിന് വഴി പറഞ്ഞു കൊടുത്ത സമയവും അയാൾ പാലത്തിൽ എത്തുവാനായിട്ട് വേണ്ട സമയവും കണക്ക് കൂട്ടുമ്പോൾ പുലർച്ചെ 3 മണിയോടെ അദ്ദേഹം പാലത്തിൽ നിന്നും വീണിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ബസ് ഞെട്ടിപ്പോയി. കാരണം അവൾ വരാന്തയിൽ ആ രൂപത്തെ കണ്ടതും ഇതേ സമയത്താണ്. അപ്പോഴാണ് അവൾ ആ കറുത്ത സിൽക്ക് തൊപ്പിയെക്കുറിച്ച് ഓർത്തത്. സാം എപ്പോഴും ധരിക്കുന്ന തൊപ്പി. അന്ന് രാവിലെ ന്യൂപോർട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന അതേ തൊപ്പി. ബസ്സിന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കറുത്ത സിൽക്ക് തൊപ്പി ധരിച്ചിരുന്നോ? അല്പം ആശയക്കുഴപ്പത്തോടെ ആ ഓഫീസർ പറഞ്ഞു, അതെ, അദ്ദേഹം തൊപ്പി ധരിച്ചിരുന്നു. ഇത് കേട്ടതും ബസ്സിന് ഒരു കാര്യം ഉറപ്പായി. അന്ന് പുലർച്ചെ വരാന്തയിൽ കണ്ട ആ ഇരുണ്ട രൂപം, കറുത്ത സിൽക്ക് തൊപ്പി ധരിച്ച ആ രൂപം സാമിന്റെ ആത്മാവായിരുന്നു. അദ്ദേഹം പാലത്തിൽ നിന്നും വീണ് മരിച്ച ഉടൻ തന്നെ തന്റെ ഭാര്യയോട് വിട പറയുവാനായിട്ട് വന്നതായിരുന്നു. ആ കറുത്ത തൊപ്പി അത് അവളുടെ ഭർത്താവ് തന്നെയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുവാനുള്ള അടയാളമായിരുന്നു. ഈ കഥ ബെസ് പിന്നീട് ഒരു റിപ്പോർട്ടറോട് പറയുകയും അദ്ദേഹം അത് വെയിൽസിൽ എമ്പാടും അച്ചടിച്ച് പരത്തുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേട്ട ഈ കഥ ലോകമെന്നും പറഞ്ഞത്. ഇത്രയുമാണ് ഇന്നത്തെ കഥകൾ. കഥകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഹൈപ്പ് തുടങ്ങിയ വളങ്ങൾ ഇടുവാനായിട്ട് മറക്കരുത്.